എന്നാ പിന്നെ ഇനി നേരെ വീട്ടിലേക്കല്ലേ? നേരെ ഹോസ്പിറ്റലിലോട്ട്. അവിടെ ചെന്ന് റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇല്ലെങ്കിൽ പിന്നെ നടക്കണ്ടേ ഇതിന്റെ പുറമെ? അതിനെക്കാട്ടി നല്ലതല്ലേ ഇത്? അതും ശരിയാ. എങ്കിൽ പിന്നെ നേരെ അങ്ങോട്ട് പോവാം. May I get in, doctor? Yes, come in. ഞാൻ പിന്നെ വിളിക്കേ. കേറി വാ രണ്ടും. അല്ല, 2 ദിവസം കഴിഞ്ഞിട്ടല്ലായിരുന്നോ നീയൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നത്? ഇതിപ്പോ നേരത്തെ ആണല്ലോ. അത് സെമിനാർ പറഞ്ഞാലും നേരത്തെ അങ്ങ് കഴിഞ്ഞു. അപ്പൊ പിന്നെ അവിടെ വന്നിട്ട് വേറെ പ്രയോജനമൊന്നുമില്ലല്ലോ. ഞങ്ങളങ്ങ് പോകുന്നു. ഇവിടെ വന്ന് റിപ്പോർട്ടൊക്കെ തന്നിട്ട് പോയി റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതാ നേരെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഫയൽസ് നോക്കട്ടെ. എന്തോ ടീച്ചർ, എന്താ എത്ര പെട്ടെന്ന് ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നേ? ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയാനുള്ള സമയമില്ല. എനിക്ക് ഹാഫ് ഡേ ലീവ് വേണം. ലീവോ? അതൊന്നും പറ്റില്ല. ഇന്നൊരു മീറ്റിംഗ് കൂടെ ഉള്ളതാ. മീറ്റിംഗ് ആയാലും എന്ത് കോപ്പായാലും നീ തന്നെ അങ്ങ് പോയാൽ മതി. എന്നെ കിട്ടില്ല, സോറി. നിങ്ങൾ ഇത് എന്തോന്നാ ജയിച്ച കാര്യം പറ മനുഷ്യ. എനിക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പോകണം. അത്യാവശ്യമാടാ, എന്റെ ജീവിത പ്രശ്നം ഇത്. അതിന് ഹോസ്പിറ്റലിൽ ഇപ്പൊ നിങ്ങൾ എന്തിനാ? അവിടെ ജെറി ഉണ്ടല്ലോ. അതെ, എന്റെ ചെറുക്കനെ കാണാൻ ഞാനല്ലാതെ ജെറി പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് ഞാൻ തന്നെ പോണ്ടേ? ഞാൻ പോയിട്ട് വരാം. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇച്ചായ. ഓഹോ, അപ്പൊ സെമിനാറിന് പോയവരൊക്കെ തിരിച്ചു വന്നു സാറ്. അപ്പൊ എങ്ങനാ, നാളെ നീക്ക് ജോയിൻ ചെയ്യുന്നുണ്ടോ അതോ 2 ദിവസത്തെ ലീവ് കൂടി കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ? ഞങ്ങൾ നാളെ തന്നെ ജോയിൻ ചെയ്യും. വെറുതെ എന്തിനാ 2 ലീവ് കളയുന്നത്? എന്താ? ഒന്നുമില്ല. ഈ സാധനത്തിന് ഞാനിപ്പ വിടാവേ. കൈ വിടടോ. വിട്ട് എന്നെ വലിച്ചോണ്ട് ഇത് എങ്ങോട്ടാ പോന്നെ? പറ, എന്താ നിന്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് താൻ തീർത്തു തരുമോ? എന്നെ കൊണ്ട് തീർക്കാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായും ഞാൻ തീർത്തു തരും. ഇയാളിത് തള്ളി തള്ളി എങ്ങോട്ടാ കേറി വരുന്നത്? ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഓഹോ, താൻ ജയിച്ചു. ഇപ്പൊ എന്റെ പേര് വിളിക്കാൻ നിനക്ക് പറ്റുമല്ലോ. കൂടുതലൊന്നും ചിരിക്കല്ലേ. ഇതേ ഹോസ്പിറ്റൽ എന്നുള്ള വല്ല വിചാരമുണ്ടോ? നിങ്ങളുടെ കുൽസിത പ്രവർത്തി നടത്താനുള്ള സ്ഥലമല്ല ഇത്. ഓഹോ, ഇവിടെ ഇപ്പോ നമ്മളെ 2 പേരും മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇങ്ങോട്ട് വരാൻ പോണില്ല. അപ്പൊ പിന്നെ കുൽസിതവും അല്ലാത്തതായിട്ടുള്ള പ്രവർത്തികൾ കാണിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. ഇതെന്റെ ക്യാബിനല്ലേ? ആണല്ലോ, നെയിം ബോർഡ് ഉണ്ടല്ലോ. അങ്ങോട്ട് മാറ്. അതെ, ഒരു റൂമിലോട്ട് കയറുമ്പോ അറ്റ്ലീസ്റ്റ് ഒന്ന് തട്ടിയിട്ടെങ്കിലും കയറും. ഓഹോ, അത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. ഒരു റൂമിലോട്ട് കയറുമ്പോ അത്യാവശ്യം അത് ആരുടേതാണെന്നൊന്ന് നോക്കിയിട്ട് കയറുന്നത് നല്ലതായിരിക്കും. നീ അനുഭവിക്കണോ? നീ അനുഭവിക്കും. നിനക്കും വരുമല്ലോ ഇങ്ങനെ ഒരു സാഹചര്യം. അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടോ. പ്രാവിറ്റ് പോണ പോക്കണ്ടില്ലേ? മ്ലേച്ച്, പരിസരബോധവും ഇല്ല. കൂട്ടത്തിലുള്ളതായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ
അല്ല, നമ്മള് വീട്ടിൽ പോയിട്ട് കാര്യമില്ലല്ലോ. സ്വാധീനം അവിടെ ഇല്ലല്ലോ. സ്വാധീന്റെ കഫേയിലല്ലേ? അതേട്ടന് വീട്ടിലില്ലല്ലോ. നമുക്ക് നേരെ കഫേയിലോട്ട് പോവാം. ശാസ്ത്ര കൗട്ടി പോയി കാണും. എന്നാ പിന്നെ നമുക്ക് നേരെ കഫേക്ക് അങ്ങ് വിടാം. അവിടുന്ന് സാദിയേട്ടനെയും കൊണ്ട് വീട്ടിലേക്ക് വരാം. ഹലോ മിസ്റ്റർ മുതലാളി. എന്താടാ, നിനക്കവിടെ വേറെ പണിയൊന്നുമില്ലേ? ഇവിടെ കിടന്ന് കറങ്ങുന്ന? അതെ സ്വാതിയേട്ടാ, സുഖമാണോ? ഈ ഇടയ്ക്ക് ചേട്ടൻ വല്ലാതെ ക്ഷീണിച്ചുപോയി. ആദ്യമായിട്ട് എന്റെ ഏട്ടനെ നല്ലതുപോലെ നോക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്താടാ, വല്ല കിഡ്നിയും മറ്റും വേണോ? നീ വല്ലാതെ സോപ്പിടുന്നുണ്ടല്ലോ. പോ അവിടുന്ന്. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. മനസ്സിലായി. അതെ സ്വാതിയേട്ടാ, എന്താടാ? അതെ, എനിക്ക് നാളെ ഒരു അർജന്റ് ലീവ് തരോ? എന്തിന്? നാളെ ഒരു പുതിയ മൂവി ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഷോ കാണാനാ. പ്ലീസ് ഏട്ടാ. അയ്യേടാ, അങ്ങനെ ഇപ്പൊ മോൻ ആദ്യത്തെ ഷോ കാണണ്ട. നാളത്തെ നൈറ്റ് ഷോ കണ്ടാ മതി. എന്തുവാ ഏട്ടാ, ഞാൻ അങ്ങനെ എടുക്കുന്നത് പോലും ഇല്ലല്ലോ. പിന്നെന്താ? ഇല്ല, എടുക്കുന്നില്ല. ഇപ്പൊ നീ എന്തായാലും പോകുന്നില്ല. പോയി നിന്റെ ജോലി നോക്കി തക്കുടൂ. എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് എന്ത് മനോഹരായിട്ടുള്ള പേരാ ഉള്ളത്. സൂരജ്. അത് വിളിക്കാതെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ മനുഷ്യ എന്നെ തക്കുടൊന്നും വിളിക്കില്ലെന്ന്. പിന്നെ ഒരു സൂരജ്. എടാ, നിന്നെ ഞാൻ നിക്കറി മുളുന്ന സമയം മുതലേ വിളിക്കാൻ തുടങ്ങിയതാ. പെട്ടെന്ന് നിന്നെ സൂരജ് എന്ന് വിളിക്കാൻ പറ്റണ്ടേ? ഞാൻ തക്കുടൂന്നേ വിളിക്കൂ. ഞാൻ തക്കുടൂന്ന് വിളിക്കുമ്പോ നീ വിളി കേൾക്കുന്നുണ്ടല്ലോ, അത് മതി. നിങ്ങൾ നന്നാവൂല മനുഷ്യ. എടാ തക്കുടു, ഇങ്ങോട്ടൊന്ന് വന്നേ. തക്കുടു അച്ഛൻ. ഞാൻ ഒരു ചെറുക്കൻ. എടാ, നിങ്ങൾ 4 മാസം കഴിഞ്ഞല്ലേ ലാൻഡ് ആവുള്ളൂ എന്ന് പറഞ്ഞത്? എന്റെ ഏട്ടാ, 4 മാസം എന്ന് പറയുന്നത് അവർ ഒഫീഷ്യലായിട്ട് പറയുന്ന സമയല്ലേ. അത്രയും സമയമൊന്നും എടുക്കില്ല. ആഹാ, അല്ല നിങ്ങൾ വീട്ടിൽ പോയായിരുന്നോ? ഇല്ല ഏട്ടാ, ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങോട്ടാ വരുന്നത്. വീട്ടിൽ പോയാലും അവിടെ അർദ്ധവേട്ടനും ഇല്ല, ഏട്ടനും ഇല്ല. പിന്നെ അവൻ ഓഫീസിലോ കോർട്ടിലോ വല്ലതും ആയിരിക്കും. പിന്നെ വിചാരിച്ചു ഇവിടെ വന്ന് ഏട്ടനെയും കൂട്ടിയിട്ട് പോകാമെന്ന്. അല്ല, ആദ്യമായിട്ട് ഇവിടെ പോയി. അവൻ ഡൽഹിയിൽ ഒരു അർജന്റ് മീറ്റിങ്ങിന് പോയതാ. ഏട്ടാ, തിരക്കില്ലെങ്കിൽ ഏട്ടനും കൂടെ കൂടെ വാ. എന്നെ കണ്ടുള്ള ഫുഡ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അയ്യടാ, കൊഞ്ചാതി മാറി നിൽക്ക് ചേർക്ക. നീ ഒരു ഡോക്ടർ തന്നെയാണോ? ഇവൻ ഹോസ്പിറ്റലിൽ ഇങ്ങനാണോടാ സ്റ്റാ? പോടാ. എക്സ്ക്യൂസ് മീ സർ. സർ, ഈ സീറ്റ് ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഇവിടെ നിന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ സർ ഇവിടെ മറ്റൊരു സീറ്റ് അറേഞ്ച് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഇരിക്കുവല്ലേ. ബുക്ക് ചെയ്തവൻ ആരായാലും നീ വേറൊരു സീറ്റ് കൊടുക്ക്. സർ, അങ്ങനെയല്ല. ഇതൊരു ബിസിനസ് ക്ലാസ് ഏരിയ ആണ്. ഇവിടെ VIP ഏരിയ കൂടിയാണ്. നോർമൽ കസ്റ്റമേഴ്സിന് ഇവിടെ അലൗഡ് അല്ല. ബുക്കിംഗ് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ പറ്റൂ. അതാ സർ. ഓഹോ, അതിനർത്ഥം ഞാൻ വെറും ലോക്കൽ ആണെന്ന്. ഞാൻ ആരെന്ന് വിചാരിച്ചാ നീ എന്റെ അടുത്ത് സംസാരിക്കുന്നേ? എന്താ അവിടെ ഒരു ബഹളം? അറിയില്ല, വന്നേ. ഏയ്, എന്താ ഇത്? വിടാവനെ. എന്താടാ? ചേട്ടാ, ബുക്കിംഗ് ചെയ്ത് ബിസിനസ് ക്ലാസ് ഏരിയയില്ല സാർ ഇരുന്നത്. ബുക്കിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യണം. അതുകൊണ്ട് ഈ സാറിനോട് മാറിയിരിക്കാൻ പറഞ്ഞതിനാ. പോട്ടെടാ, നീ ഓക്കെ ആണോ? ആ ഏട്ടാ. അതെന്താടാ, അവൻ ഓക്കെ അല്ലെങ്കിൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യോ? നിന്റെ ഈ കടയിൽ ഞങ്ങളെ പോലുള്ളവർ വന്നാല് നിനക്കൊക്കെ എന്താടാ അയിത്തമുണ്ടോ? ഞങ്ങളും അവന്മാരുടെ കണക്ക് തന്നാടാ. ചിലപ്പോ അവന്മാരെക്കാട്ടിലും കൂടുതൽ പലതും ചെയ്യാൻ കഴിയും. എന്റെ ഏട്ടന്റെ ദേഹത്ത് തുറന്നോടാ. അതി വേണ്ട, ഒന്ന് നിർത്ത. ആദ്യം മാറി നിക്ക് നീ. ഏട്ടാ, ഈ നായനെ ഇങ്ങനെ എന്റെ ഏട്ടന്റെ ദേഹത്ത് കൈ വെക്കുന്നവൻ. ഡാ, നീ എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നോ? നിന്നെ ഞാൻ അസ്ത്ര. ഇത് നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ടല്ലോ. നീ വന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇല്ല ഏട്ടാ, വലുതായിട്ടൊന്നും മുറിഞ്ഞിട്ടില്ല. ഏട്ടനാ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇങ്ങെടുത്തേ.
ചെറുതായിട്ടൊന്ന് മുറിഞ്ഞേ ഉള്ളൂ. നിന്നോട് ആരാ ഇടയ്ക്ക് കയറാൻ പറഞ്ഞത്? ആ, ഞാൻ ഇടയ്ക്ക് കയറിയിട്ടില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അവൻ നിന്നെ കുത്തി കയറിയിട്ട് അവന്റെ പാട്ടിനങ്ങ് പോയേനെ. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാതി എടുത്തിയാടരുതെന്ന്. ഇപ്പൊ കണ്ടോ നീ ഇത് എന്തോന്നായെന്ന്? പിന്നെ ഏട്ടനോട് വേണമെന്ന് പറയുമ്പോ ഞാൻ എന്താ കൈയും കെട്ടി നോക്കിയിരിക്കണോ? മതി ഏട്ടാ, അവന്റെ സ്ഥാനത്ത് ഞാനായാലും ഇതൊക്കെ തന്നെ ചെയ്യും. പിന്നെ ഏട്ടാ, ആദ്യം ശാസ്ത്രം ഇതൊന്നും അറിയരുത്. അറിഞ്ഞാ എന്താവെന്ന് ഏട്ടനറിയാലോ. അവൻ മാത്രമല്ല അതും ഒന്നും അറിയണ്ട. ദേസ്ത്ര, എനിക്ക് ഇവനെ മാത്രമേ പേടിയുള്ളൂ. ഞാൻ ആരോടും ഒന്നും പറയാൻ വരുന്നില്ല, പോരെ? നിന്നെ ഞാൻ എത്ര മിസ് ചെയ്തു അറിയോ ശാസ്ത്രം നിനക്ക്? I miss you too. അതൊക്കെ പോട്ടെ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ അവാർഡ് വിന്നിങ്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് നിന്നോട്. ആ അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ ഇന്ന് വന്നേല്ലേ ഉള്ളൂ, ഇനി ഒന്നും പോകുന്നില്ലല്ലോ. ആ എന്നാ നീ പോയി റെസ്റ്റ് എടുക്ക്. അവൻ പറഞ്ഞത് കേട്ടല്ലോ രണ്ടെണ്ണോ. വന്നതല്ലേ ഉള്ളൂ, പോയി ഫ്രഷ് ആയിട്ട് വരാൻ നോക്ക്. ഞാൻ ഫുഡ് റെഡിയാക്കി വെക്കാം. എന്റെ ഏട്ടനറിയില്ലേ, എനിക്ക് ഇവനോട് എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഇപ്പോ ശാസ്ത്ര വക്കീലിന് ഭയങ്കര തിരക്കൊക്കെ കൊണ്ട് ഫോൺ വിളിച്ച സംസാരിക്കാൻ പോലും സമയമില്ല. അസ്ത്ര, അന്ന് ഞാൻ നിന്നോട് സംസാരിക്കാത്തതിനാണോ നീ ഇങ്ങനെ പറയുന്നത്? കുട്ടികളൊക്കെ നമുക്ക് ബിഹേവ് ചെയ്യാതെ പോയി രണ്ടാൾ ഫ്രഷ് ആയിട്ടോ. ഇന്ന് നമുക്ക് പറയാനുള്ളതെല്ലാം പറയാം. എല്ലാം കേട്ടതിന് ശേഷമേ ഞാൻ ഇന്ന് കിടക്കുന്നുള്ളൂ, പോരെ? അത് മതി, ധാരാളം. ആ ഇതെന്താ നിന്റെ കൈക്ക് എന്താ പറ്റി? ഏയ് ഇതൊന്നുമില്ലടാ, വരുന്ന വഴി ചെറുതായിട്ടൊന്ന് തട്ടിയതാ. അതേ ശാസ്ത്ര, ഇത് അവിടെ കഫേയിൽ വന്നപ്പോ പൊട്ടിയ ഗ്ലാസ് എടുത്തപ്പോ അത് പൊട്ടിയിരുന്ന് അതിൽ കയറി പിടിച്ചപ്പോ അങ്ങനെ പറ്റിപ്പോയതാ. അതാ പറ്റിയപ്പോ എന്താ ഏട്ടാ, ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അവനിങ്ങനെ നടന്ന് വിൽക്കുന്ന എന്തിനാ? ഏയ് ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കട്ടെ. എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. രണ്ടെണ്ണം പോയാ? ആദ്യം ഇവന്റെ അടുത്ത് നിൽക്കാതെ എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവുന്നത് ഏറ്റവും നല്ലത്. ആദി പൊക്കി പൊണ്ടാറ് പോലൊന്ന് പൊക്കി. നീ തന്നെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. വാ. എന്താടാ, നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നാ മതിയോ? പറ. എന്താ ശാസ്ത്ര? ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് നിനക്ക് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് കൂടുതൽ ഇറന്ന് ഉരുളാതെ കാര്യം പറയാൻ നോക്ക്. എടാ, സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അസ്ത്രയുടെ കൈ എങ്ങനെ മുറിഞ്ഞ്? അവരെന്നോട് പറഞ്ഞു തന്നെ നീയും മൊഴിയാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ പറയിപ്പിക്കാൻ എനിക്കറിയാം. എടാ, അത് എന്നാ ഈ വെള്ളം കുടി, എന്നിട്ട് പോയി ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കണം. ആ പിന്നെ നീ എന്നോട് പറഞ്ഞ കാര്യം അവനോടോ ഏട്ടനോടോ പറയാൻ നിൽക്കണ്ട, മനസ്സിലായോ? ഈ കാലിൽ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുമാവോ? ഞാൻ പറഞ്ഞു നിങ്ങളെ മറ്റാനറിഞ്ഞ എന്നെ ഭൂമിയിലും വെച്ചേക്കത്തില്ല. എന്റെ ഭഗവാനെ, എന്നെ എന്തിനാ ഈ പറട്ടകളിടയ്ക്ക് കൊണ്ടുവന്നിട്ടത്? പീറ്റർ, ലിസൺ ടു മീ കെയർഫുള്ളി. സോദിയുടെ കോഫി ഷോപ്പിൽ വെച്ച് അസ്ത്രയുടെ മേലിൽ കൈവച്ച് ഏവനാണോ? എനിക്ക് അവനെ വേണം. നിന്റെ ഫോണിലോട്ട് ഞാൻ CCTV ഫുട്ടേജസ് ഇട്ടിട്ടുണ്ട്. അരമണിക്കൂർ നിനക്ക് ഞാൻ തരും. ആ ബോസ്റ്റഡിനെ എനിക്ക് കിട്ടിയിരിക്കണം. ശാസ്ത്രം എന്തെങ്കിലും അവനെ ചെയ്യുന്നു? എനിക്ക് സമാധാനമില്ല. എന്റെ അമ്മ, ഞാൻ വിചാരിച്ച ശാസ്ത്രം എങ്ങാനും ആയിരിക്കുമെന്ന്. ഒരേ മുഖം വെച്ചോണ്ടിരിക്കും ഇരട്ടപ്പരട്ടകളെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. നീ എന്തിനാ ശാസ്ത്രം ഇങ്ങനെ പേടിക്കുന്നേ? എനിക്കൊന്നും അവനെ പേടിയില്ല. അത് നീ പറയുന്ന ഞാൻ കേട്ടു. മോനെ അസ്ത്രം, നീയല്ല അവനല്ല നീ. അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. അപ്പം പറഞ്ഞ കണക്ക് ഗുഡ് നൈറ്റ്. ടാടാ. ഇവനത് എന്ത് തേങ്ങ പറഞ്ഞിട്ട് പോയത്? ആർക്കറിയാം. ഹലോ സർ. ആ പറ പീറ്റർ. ആളെ കിട്ടിയിട്ടുണ്ട്. I will be there in 50 minutes. നിന്നെ കൊല്ലാനായാലും വളർത്താനായാലും ഞാൻ മതി.
അസ്ത്ര, ഞാനല്ലാതെ മറ്റൊരാൾ നിന്റെ ദേഹത്ത് ഒരു പോറൽ വീഴ്ത്തിയ ക്ഷമിക്കില്ല ഞാൻ. ഹലോ മിസ്റ്റർ അലിയൻ, ഗുഡ് മോർണിംഗ്. ഓ, വന്നോ കടവാവല്? ഇനി ഈ പാറ്റുകാരനെ എന്റെ കഞ്ഞൂടി മുട്ടുമല്ലോ. എന്തോന്ന മനുഷ്യ ഇരുന്ന് പേർ കൊടുക്കുന്നേ? ഒന്നുമില്ലേ. അല്ല, രാവിലെ തന്നെ എവിടെ പോകാനായിട്ടാ ഒരുങ്ങിയൊക്കെ നിക്കുന്നേ? എന്നും ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് തന്നെ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ഏട്ടനിപ്പോ എത്തി? ഗുഡ് മോർണിംഗ് ഡാ. ഞാൻ വെളുപ്പിന് ഒരു 4 മണിയായപ്പോ എത്തി. അല്ല, നിങ്ങൾ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ ഇന്ന് ജോയിൻ ചെയ്യണോ? ചെയ്യണം. എന്റെ ഇവന്റെ ഒക്കെ OP ടൈം ഫുള്ള് ജൂനിയർ ഡോക്ടേഴ്സിന് കൊടുത്തിരിക്കല്ലായിരുന്നോ. ഇപ്പാണെങ്കിൽ ആദ്യക്ക് സ്ഥിരം ഒരു പേഷ്യന്റ് ഉണ്ട്, ഒരു കുട്ടിയുടെ. ഇന്നവൻ അത് അറ്റൻഡ് ചെയ്യണം. അപ്പൊ പിന്നെ ഞാനിവിടെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ശരി, എന്ന് സോദി ഞാൻ ഇറങ്ങുക, സമയം പോയി. ഡാ, ഞാൻ പോവുക. ആദി, ബൈ അലിയ. ബൈ ആദി. ഡാ, നിങ്ങൾ താഴോട്ട് വാ, സമയം പോകുന്നുണ്ട്. അല്ല, നിങ്ങൾ താഴോട്ട് വന്നപ്പോ ശാസ്ത്രി കൂടെ വിളിച്ചോണ്ട് വരായിരുന്നില്ലേ? അതിന് അവ റൂമിലില്ലല്ലോ. അവൻ പിന്നെ എവിടെ പോയി രാവിലെ തന്നെ? നമസ്കാരം. ബ്രേക്കിംഗ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മെറിൻ. ഹൈവേയിൽ ബ്രിഡ്ജിന് സമീപം അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തി. ആന്ധ്ര സ്വദേശിയായ ധർമ്മേഷ് ആണ് മരിച്ചത്. പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചത് ധർമ്മേഷ് ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണ് എന്നാണ്. ഇയാൾ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്നു എന്നും കുറച്ചു നാളായി പരോളിലായിരുന്നു എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫോറൻസിക്കിന് കൈമാറും എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വാർത്ത. ഈ കൊലയ്ക്ക് പിന്നിൽ ഗ്യാങ് വാർ ആകാനും സാധ്യതയുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ശാസ്ത്ര, നീ രാവിലെ എവിടെ പോയതാ? ഞാൻ ജസ്റ്റ് വാക്കിന് പോയതാ. നിനക്ക് പോണ്ടേ ശാസ്ത്ര? പോണം. ഇന്ന് ഇമ്പോർട്ടന്റ് ആയ ഒരു കേസുണ്ട്. ദൈവം, ഇവനെങ്ങനെ ആയിരിക്കുമോ? വാ, കഴിക്കാം. എനിക്ക് വേണ്ട, വയറ് നിറഞ്ഞു. എന്താ? അവൻ നീയൊന്നും കഴിച്ചില്ലല്ലോ. എന്റെ പൊന്നസ്ത്ര, നിനക്കിപ്പോ എന്ത് വേണം? ഫുഡ് കഴിക്കണം. എന്റെ പൊന്നു ഭഗവാനെ, ഒരുത്തൻ എന്നെ നോക്കി പിടിപ്പിക്കുമെങ്കിൽ ഈ വേറൊരുത്തൻ എന്നെ തീറ്റിച്ചു കൊല്ലും. ഇവനിതെന്താ? ഇച്ച, നമുക്ക് ഇറങ്ങിയാലോ? പോവാ. സത്യം പറഞ്ഞ ഇന്ദ്ര ഗ്രൂപ്പുമായിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ കമ്പനിക്ക് വലിയ നേട്ടം മാത്രമേ ഉണ്ടാക്കൂ. പക്ഷേ ഈ പ്രൊജക്റ്റില് നമ്മുടെ കൂടെ വേറെ ഏതൊരു ഗ്രൂപ്പും കൂടെ കൊളാബ് ചെയ്യുന്നുണ്ടെന്ന്. JS ഗ്രൂപ്പ്? ബട്ട് അവരെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം 1 ഇയർ ആയതേ ഉള്ളൂ. അതിനിടെ തന്നെ ബിസിനസ് രംഗത്ത് നല്ലൊരു ഉയർച്ച അവരെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. JS ഗ്രൂപ്പ് എന്നല്ല പേര്, ചിലപ്പോ 2 പേരായിരിക്കും അതിന്റെ ഓണേഴ്സ്. ഇച്ചയ്ക്ക് അതിന്റെ CEO ആരാണെന്നറിയോ? ഏയ് ഇല്ലടാ, അവരെ കുറിച്ച് അങ്ങനെ കൂടുതലൊന്നും അറിയില്ല. സാരില്ല, ഏതായാലും നമ്മൾ ഒരുമിച്ചിട്ടില്ല വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പരിചയപ്പെടാം. ഏതായാലും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിസിനസ് രംഗത്ത് നമുക്ക് അത്യാവശ്യമാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. സർ, ഇവിടെ ഇരുന്നോളൂ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മീറ്റിംഗ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റിംഗ് ഹാളിലേക്ക് പോവാം. ഓക്കെ. ഡു യു നീഡ് സംതിങ് സർ? നോ താങ്ക്സ്. ഓക്കെ, ഇഫ് യു നീഡ് സംതിങ് പ്ലീസ് കോൾ മീ സർ. യാ ഷുവർ. ആനന്ദ്, കോൺട്രാക്ടിന്റെ ഫയൽ പേപ്പേഴ്സ് എല്ലാം റെഡി ആയില്ലേ? യെസ് സർ. ഓക്കെ. സർ, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. JS ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്ന് അറിയാലോ. എക്സ്ക്യൂസ് മീ. യെസ്. കാർലോ ഗ്രൂപ്പിന്റെ മെമ്പറാണോ? യാ, താനോ? ഓ, ഐ ആം റാം, അസിസ്റ്റന്റ് മാനേജർ ഓഫ് JS ഗ്രൂപ്പ്. നൈസ് ടു മീറ്റ് യു. ഐ ആം ആനന്ദ്, കാർലോ ഗ്രൂപ്പിലെ ജെയ്ക് സാറിന്റെ PA ആണ്. അല്ല, നിങ്ങളുടെ CEO വന്നില്ലേ? സമയമാകുന്നതല്ലേ ഉള്ളൂ. സാർ ഓൺ ദ വേ ആണ്. അല്ല, എങ്ങനെയുണ്ട് തന്റെ PA പണികൾക്ക്? JK സാറ് പാവം. പിന്നെ ഇതുപോലൊരു തങ്കപ്പെട്ട മനുഷ്യനെ കാണാൻ പോലും പറ്റില്ല നമുക്ക്.
ആനന്ദ്, ഇന്നലെ AV ഗ്രൂപ്പിൽ അയക്കാനുണ്ടായിരുന്ന ഫയൽ ഫോർമാറ്റ് ചെയ്തത് അയച്ചായിരുന്നോ? ആ സർ, അത് ഇന്നലെ തന്നെ ഞാൻ അയച്ചായിരുന്നു. മണ്ണാൻ കേട്ട, അത് ചെക്ക് ചെയ്ത് ഫോർമാറ്റ് ചെയ്ത് അയക്കാനാ തന്നോട് പറഞ്ഞത്, ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഉണ്ടാക്കാനല്ല. അങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും മാനത്ത് നോക്കിക്കൊണ്ടല്ലേ നിൽക്കുന്നേ. നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. മീറ്റിംഗ് കഴിഞ്ഞ് അതും ക്ലിയർ ചെയ്തിട്ട് ഇന്ന് നീ ഓഫീസിൽ നിന്ന് പോയാൽ മതി. സോറി സർ. സ്വാഭാവികം. അവിടെ ഇവിടത്തെ പോലെ തന്നെയാണോ? ഇതുപോലെയൊന്നുമല്ല, ഇതൊക്കും മേലെയാണ്. ദൈവമേ, എന്റെ കടമയുടെ ദേ വരുന്നു. ആ ഹലോ, ഹായ് കിറ്റി. ഹായ്. ഞാൻ താമസിച്ചില്ലല്ലോ, കറക്റ്റ് ടൈമല്ലേ? നീ എന്താ ഇവിടെ? ഓ മറന്നു, ഇത് ബിസിനസ് ആണല്ലോ. അപ്പൊ ഇങ്ങനൊരു മേഖലയിലെ എന്നെ നിങ്ങൾക്ക് പരിചയം കാണില്ലല്ലോ അല്ലേ? ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. ഐ എം ശാസ്ത്ര ശ്രീ വാസ്തവ്, ദ CEO ഓഫ് JS ഗ്രൂപ്പ്സ്. വാട്ട്? ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. എന്തായാലും നിന്റെ കൂടെ ഒട്ടും ഉണ്ടാവില്ല. ശാസ്ത്ര, റിയലി സോറി അവൻ അങ്ങനെ പറഞ്ഞതിന്. ഞാനിപ്പോ വരാം. ജയ്ക്ക്, എന്തായാലും എനിക്ക് അവനുമായിട്ട് ഒരു കോൺട്രാക്ട് ചെയ്യാനും സമ്മതമല്ല. ജെകെ, നീ ആദ്യം ഞാൻ പറയുന്നു സമാധാനമായിട്ട് കേക്ക്. എനിക്ക് പറ്റില്ല. അത് അവനെ പോലൊരു ജെകെ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ പല തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, പേഴ്സണൽ ഇഷ്യൂസ് ഒരിക്കലും ബിസിനസിനെ ബാധിക്കരുതെന്ന്. നീ അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബിസിനസിന് പുറത്ത്, അതകത്ത് കാണിക്കരുത്. ഇജയൻ പറയും പോലെ അല്ല. അവന്റെ ഉദ്ദേശം വേറെ പലതും ആയിരിക്കും. അവന്റെ ഉദ്ദേശം എന്തായാലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ബിസിനസ് ആണ്. കാർലോ ഗ്രൂപ്പ് ഇന്ന് ഈ നിലയിൽ കൊണ്ടുവരുന്നതിൽ നിനക്ക് മാത്രമല്ല ഉത്തരവാദിത്തം ഉള്ളത്. അത് വീണു പോവാതെ ഇത്ര വരെ എത്തിക്കാൻ ഞാനും കുറെ പരിശ്രമിച്ചിട്ടുണ്ട്. എന്റെ സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നിനക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ എന്റെ അനിയന്മാരെ സ്നേഹിക്കാനും അവന്മാര് പറയുന്നത് കേൾക്കാനും മാത്രമല്ല, നിലയ്ക്ക് നിർത്താനും ഈ ജയ് കാർലോക്ക് നല്ല പോലെ അറിയാം. ഇനി ഞാൻ പറയും, നീ അനുസരിക്കും. ഈ പ്രോജക്റ്റ് നമ്മൾ ചെയ്തിരിക്കും. ഇതെന്റെ വാക്കാ. നീ വരാൻ നോക്ക്. അപ്പോ നിങ്ങൾ എന്ത് തീരുമാനിച്ചു? പ്രോജക്റ്റിൽ സൈൻ ചെയ്യല്ലേ? ഇന്ദിര ഗ്രൂപ്പിൽ നിന്നും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് JS ഗ്രൂപ്പുമായിട്ട് ഒന്നിച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതം. ഓ നൈസ്. സോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണേണ്ടി വരും. ബിസിനസ് ആശയമുണ്ട്, കണ്ടല്ലേ പറ്റൂ. അല്ല, എന്ത് പറ്റി ജയ് കാർലോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കൈ കിട്ടിയിട്ട് തന്റെ സന്തോഷമൊന്നും തന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. എന്റെ മുഖത്ത് സന്തോഷം ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. സർ, എല്ലാരും എത്തിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? ഹലോ, ഇത് ഡോക്ടർ ജെറിനാണ്. എന്റെ ക്യാബിനിലോട്ട് ഒരു കോഫി കൊടുത്തുവിടണേ. ഹലോ, ഇത് ഡോക്ടർ ജെറിൻ കാർലോ ആണോ? ഹലോ, പ്ലീസ് ഡാ. ഇല്ല, അറിയില്ല. ഞാൻ അറിയുന്ന ജെറി ഒരിക്കലും അലോകിന്റെ ഫോൺ എടുക്കാതിരിക്കില്ല. 2 വർഷം നിനക്ക് എങ്ങനെ തോന്നി ജെറി? എല്ലാത്തിൽ നിന്നുള്ള ഈ ഒളിച്ചോട്ടം അത്ര നല്ലതല്ല. പ്ലീസ് ഡാ, നീ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയല്ലേടാ. ജെറി, നിന്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് എന്നെ നീ എല്ലാത്തിൽ നിന്നും അകറ്റി. നിന്റെ ഇച്ഛായന്റെ പിടിപാടില് എനിക്ക് കാനഡയിലോട്ട് മാറ്റി. എല്ലാം നല്ലതിനായിരുന്നു ജെറി. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് യു. നിന്നെ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. ജെറി, എടാ, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എത്ര വർഷമായെന്നറിയാവോ നിനക്ക്? എടാ, എല്ലാം മറക്കടാ നീ. പറ്റില്ലടാ, എന്നെ കൊണ്ട് പറ്റില്ല. ഒന്നും മറക്കാതിരിക്കാൻ എന്നെ ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്താനായിട്ട് ആളുണ്ടല്ലോ. അല്ലു, എല്ലാം ഞാൻ കാരണമാണ് എൻ്റെ വേദ എനിക്ക് നഷ്ടമായത്. എൻ്റെ കൺമുന്നില്. ജെറി, റിലാക്സ്. മതി നീ പറഞ്ഞത്. നീ ചിന്തിച്ചു വെച്ചിരിക്കുന്ന മൊത്തം ശരിയാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എവിടൊക്കെയോ എന്തൊക്കെയോ പൊരുത്തൊക്കെയോരുണ്ട്. വേണ്ടടാ, നീ ഒന്നും പറയണ്ട.
കണ്ണുകൊണ്ട് കാണുന്നത് സത്യമല്ലാതാവില്ലല്ലോ. അതൊക്കെ നീ വിട്. ഞാൻ നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാ. എന്താടാ? ജെറി, നെക്സ്റ്റ് മൺഡേ വേദയുടെ ചരമവാർഷികമാണ്. അമ്മയും നമ്മളെ കാണണമെന്ന് പറയുന്നുണ്ട്, എസ്പെഷ്യലി നിന്നെ. അല്ലു പ്ലീസ് ഡാ, എന്നെ കൊണ്ട് പറ്റില്ലടാ. എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ വയ്യടാ. ഞാൻ കാരണം. ദേ നോക്കു ജെറി, ഇത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് അപ്പയോ അമ്മയോ എന്നെയോ നിന്നെയോ വിളിച്ചിട്ടില്ല. ഇപ്പൊ അവന്റെ ചരമവാർഷികത്തിന് നമ്മൾ കൂട്ടുകാർ വേണമെന്ന് അപ്പയും അമ്മ ആഗ്രഹിക്കുന്നത് തെറ്റാണോടാ? നീ ഇനി ഒന്നും പറയണ്ട. നീയും ഞാനും വരുന്ന മൺഡേ പോയിരിക്കും. നെക്സ്റ്റ് ഫ്ലൈറ്റിൽ സൺഡേ ഞാൻ അവിടെ എത്തും. ഇത്രയും കഷ്ടപ്പെട്ട് ഇച്ചായന്റെ കയ്യിൽ നിന്ന് നിന്റെ നമ്പർ വാങ്ങിച്ചിട്ട് നിന്നെ വിളിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ എനിക്കറിയാം. എടാ, ഇതെങ്കിലും നമുക്ക് അവന് വേണ്ടി ചെയ്യാടാ. ഏയ് വേദ,